പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 ഇംപ്രൂവ്മെന്റ് ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ചാപ്റ്റർ 4-ൽ നിന്ന്, ഡാറ്റയുടെ അവതരണം എന്ന ചാപ്റ്റർ 4-ൽ നിന്ന് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ഒരു 4 അല്ലെങ്കിൽ 5 മാർക്ക്, അതല്ലെങ്കിൽ 2 മാർക്ക്, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് പാർട്സ് ഓഫ് എ ടേബിൾ. അതായത് ഒരു പട്ടികയുടെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. അത് മുഴുവനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 4 or 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ടൈപ്പ്, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ നിർത്തി ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് എ ടേബിൾ, അതായത് ഒരു പട്ടികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം വേണ്ടത് പട്ടിക നമ്പറാണ്. ഒരു പട്ടിക എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും അല്ലേ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ഒരു ടേബിൾ നമ്മൾ കാണുമ്പോൾ ആ ടേബിളിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക? ആ ടേബിളിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ടേബിളിൻ്റെ നമ്പർ, ടേബിൾ നമ്പർ അഥവാ പട്ടിക നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് എന്താണ്, ഉൾഭാഗത്ത് മീൻസ് ആ പട്ടിക നമ്പറിൻ്റെ മുകളിൽ, ടേബിളിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ഭാഗം. ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ശീർഷകമാണ് ടൈറ്റിൽ. അതായത് ഈ പട്ടിക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ പട്ടികയിൽ പറയുന്ന കാര്യങ്ങളല്ല, പട്ടിക എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ശീർഷകം അല്ലെങ്കിൽ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗം ക്യാപ്ഷനാണ്. എന്താണ് ക്യാപ്ഷൻ? നിരകളുടെ തലക്കെട്ട് എന്ന് പറയും. അതായത് കോളംസ് ഹെഡാണ്. കോളംസിൻ്റെ ഹെഡിനെയാണ് നമ്മൾ ക്യാപ്ഷൻ അഥവാ നിരകളുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോളം എന്താണെന്ന് നമുക്കറിയാം. അതായത് താഴേക്ക്, പട്ടികയിൽ താഴേക്ക് ഇങ്ങനെ ഒരു കോളം അല്ലേ, കള്ളി കള്ളിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത്. താഴേക്ക് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ് എന്ത്, നിരകളെ അല്ലെങ്കിൽ കോളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യമാണ് സ്റ്റെബ്. സ്റ്റെബ് എന്ന് പറയുന്നത് വരികളുടെ തലക്കെട്ടിനെയാണ്. വരി എന്ന് പറയുമ്പോൾ എന്താണ്? റോസ് ആണ് അല്ലേ. അതായത് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്മൾ പുസ്തകത്തിലെ പേജിൽ നമ്മൾ വായിച്ചു പോകുന്ന വരികളുണ്ടല്ലോ, ഇതേപോലെ നമ്മൾ എന്താണ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഒക്കെ ഇടത്തുനിന്ന് വലത്തോട്ട് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ കോളം വരച്ചിട്ടുണ്ടെങ്കിൽ ആ കോളത്തിന് ഏറ്റവും ഇടത്തെ അറ്റത്തായിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കും. ആ ഹെഡിങ്ങിനെയാണ് നമ്മൾ റോസ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റെബ് എന്ന് പറയുന്നത്. ക്യാപ്ഷൻ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപ്ഷൻ ഹെഡ് എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള കോളമാണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപ്ഷൻ. അതിൻ്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. ദെൻ മറ്റൊന്ന് ബോഡിയാണ്. ബോഡി എന്ന് പറയുന്നത് ഉള്ളടക്കം. നമ്മൾ മൊത്തത്തിൽ ആ ടേബിളിൻ്റെ മൊത്തത്തിൽ ഉൾഭാഗത്ത് നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത്, എന്ത് വിവരമാണോ പറയുന്നത്, ആ വിവരത്തെയാണ് നമ്മൾ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മറ്റൊന്ന് അളവുകളുടെ യൂണിറ്റാണ്. യൂണിറ്റ് എന്ന് പറയും. മറ്റൊരു ഭാഗമാണ് യൂണിറ്റ്. അതായത് നമ്മൾ ഈ ഒരു ഉള്ളടക്കത്തിൽ അല്ലെങ്കിൽ ഈ ബോഡി ഓഫ് ദ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഖ്യകളായിട്ട് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് അളവുകളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ലിറ്ററിലോ അല്ലെങ്കിൽ തൂക്കത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് അങ്ങനെയുള്ള അളവുകളെ, പ്രത്യേകമായിട്ടുള്ള അളവുകളെ കാണിക്കുന്നതാണെങ്കിൽ അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, കോടിയിൽ അല്ലേ നമ്മൾ എമൗണ്ടൊക്കെ കാണിക്കുക, 1000-ൽ, 10,000-ൽ, ലക്ഷത്തിൽ, കോടിയിൽ. അപ്പോൾ നമുക്കത് മൊത്തമായിട്ട് നമുക്കൊരു എമൗണ്ട്, ഇപ്പോൾ 1000 കോടി എന്ന് പറയുമ്പോൾ 1000 കോടി അത് മുഴുവനായിട്ട് ആ 0 ചേർത്ത് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് 1000 എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടുത്ത് കോടി എന്ന് എഴുതി വെക്കും. അപ്പോൾ അവിടെ 1000 സൂചിപ്പിക്കുന്നത് കോടിയിലാണ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അളവുകളുടെ യൂണിറ്റ് കൊണ്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ അളവുകളുടെ യൂണിറ്റായി. ദെൻ ലാസ്റ്റ് ഭാഗം ഉറവിടമാണ്. അതായത് ഈ ബോഡിയിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഈ ടേബിളിൽ മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ ഡാറ്റ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, അതിനാണ് സോഴ്സ് എന്ന് പറയുന്നത്, ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പട്ടികയുടെ വിവിധ ഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. പാർട്സ് ഓഫ് എ ടേബിൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ, ഒന്ന് സ്റ്റെബാണ്, മറ്റൊന്ന് ക്യാപ്ഷനാണ്. അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുക. എന്താണ് ക്യാപ്ഷൻ എന്ന് ചോദിക്കാറുണ്ട്, എന്താണ് സ്റ്റെപ്പ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇത് പഠിച്ചു പോവുക. നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.